നിനക്ക് ആൾക്കാർ അറിയണമെന്നുണ്ട് നീ യങ്സിലാണ്, നീയാണ് അത് എഴുതിയതെന്ന്. പക്ഷേ അതേസമയം നിനക്ക് അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നിനക്ക് പേടിയുണ്ട്. നിന്റെ ഈഗോ നശിപ്പിക്കാതിരിക്കാൻ നീ ഇങ്ങനെ ചെയ്യുന്നു, ശരിയല്ലേ? ആളൊന്നും മിണ്ടുന്നില്ല. നീ ശരിക്കും പെട്ടിരിക്കുക. നിനക്ക് ആൾക്കാർ അറിയണമെന്നുണ്ട്, പക്ഷേ ജയ അതിന് സമ്മതിക്കുന്നുമില്ല. അത് ചെയ്യാൻ നോക്ക്. നീ എല്ലായിടത്തും പറയാൻ നോക്ക് നീ ആ യങ്സിലെ നീ ജിയോങ്ഹിയുടെ മോളാന്ന്. നീ ചോയായിട്ട് റൂഡായിട്ട് ബിഹേവ് ചെയ്തത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനില്ലായിരുന്നെങ്കിൽ നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? എന്നെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ പഠിക്കും. കാരണം ഞാൻ ജിയോങ്ഹിയുടെ മോളാ. ഇതുവരെ നിനക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നീ എന്ത് ഫേക്കാ? അപ്പൊ ആള് ചിരിക്കുകയാണ്. അത് കട്ട് ചെയ്ത് ആള് ദേഷ്യത്തിൽ ഇറങ്ങി നടന്ന് കൂവാണ്. എന്നിട്ട് ആലോചിക്കുന്നു, നീ പറഞ്ഞ നീ ഭയങ്കര സക്സസ്ഫുൾ ആവുകയാണ്, നീ അങ്ങനെ ആവുമ്പോ നിന്റെ അടുത്ത് ഞാൻ വരരുത് എന്നൊക്കെയല്ലേ? നീ എപ്പോഴാ സക്സസ് ആവാൻ പോകുന്ന ഇങ്ങനെ ചെയ്താ? അത് കട്ട് ചെയ്ത് മിറാൻ വന്ന് പാർലറിൽ ഇരിക്കുകയാണ്. അവിടെ ആക്ടറിന്റെ ഗേൾ ഫ്രണ്ടും ഉണ്ട്. ഹലോ. അപ്പോ സ്റ്റൈലിസ്റ്റ് ഗേൾ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, അവന് നിന്നെ കുറിച്ച് ഇഷ്ടമുള്ള കാര്യം എന്താ? എന്ത്? അതൊരു സീക്രറ്റാ എന്ന് പറഞ്ഞ ആള് പൊട്ടിച്ചിരിക്കുകയാണ് വെറുതെ. ചിരി നിർത്തുന്നില്ല. അപ്പോ മിറാൻ വന്ന് ചോദിക്കുകയാണ്, നീ ഇന്നലെയാണോ ചിരിക്കാൻ പഠിച്ചത്, അതോ എന്നെ കാണുമ്പോൾ മാത്രമേ ഉള്ളോ? ഞാൻ എപ്പോഴും ഇങ്ങനെ. നോക്ക്, നമ്മൾ നല്ല ടേംസിലല്ല, അതുകൊണ്ട് നീ നിൽക്കുന്നിടത്ത് നിൽക്കാൻ നോക്ക്. ഞാനൊരു സാമി ആവേണ്ടായിരുന്നു. നിന്റെ ഫ്യൂച്ചർ നോക്കിയിട്ട് അത് നല്ലതല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിനക്ക് പ്രശ്നം ഉണ്ടാക്കാൻ അത്ര നല്ല ആഗ്രഹം ഉണ്ടല്ലേ? നിനക്കറിയാവോ, ബോയ് ഫ്രണ്ടിന്റെ പേര് കാരണം ഫേമസ് ആവുന്നവര് പതിയെ അങ്ങ് കോൺഫിഡന്റ് ആവും. അവരുടെ പേര് ഫേമസ് ആയതുപോലെ നിനക്ക് നിന്റെ ബോയ് ഫ്രണ്ട് കാരണം ഫേമസ് മതിയെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ചോ. ബാക്കിയുള്ളവരോട് എന്ത് ചെയ്യണമെന്ന് പറയുന്നവര് വല്ലാത്തൊരു കഷ്ടം തന്നെയല്ലേ? ഇവിടെ റൂമേഴ്സ് ഒക്കെ വരാൻ തുടങ്ങി ചെയർമാൻ ജാങ് വേറൊരു സ്ത്രീയിലൂടെയാണ്. ബാക്കിയുള്ള ആൾക്കാര് നിന്നെ അറിയുന്നത് നിന്റെ അമ്മയെ കാരണം. ജിയോങ്ഹ്യു ഇല്ലായിരുന്നെങ്കിൽ നീ എന്തായിരുന്നേനെ? അച്ഛൻ വേറൊരു വുമന്റെ കൂടെ, സ്റ്റെപ്പ് മദറിന്റെ കൂടെ താമസം. ഓ, അതുകൊണ്ടാണോ നിനക്ക് ആരെ ഇഷ്ടമല്ലാത്തത്? ഇതുവരെ ലവ് കിട്ടാത്തോണ്ട്? അതുകൊണ്ടായിരിക്കും വേറെ ആളുടെ ബോയ് ഫ്രണ്ടിനെ ഇങ്ങനെ പിടിച്ചു കിടക്കുന്നത്. അപ്പൊ ആൾ എണീറ്റ് ആളുടെ മുടി പിടിച്ചിട്ട് പറയാണ്, ഞാൻ ഇങ്ങനെ പിടിക്കുന്നെന്ന് സ്വപ്നം കണ്ടതേ ഉള്ളൂ. ആളും തിരിച്ചു പിടിച്ച് അവിടെ വലിയ അടിയാവുകയാണ്. എന്റെ ഗ്രാൻഡ്മ നേരത്തെ എണീറ്റ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് ഇഷ്ടം പോലെ സ്നേഹം കിട്ടിയിട്ടുണ്ട്, ഇഷ്ടം പോലെ. നീ വിശ്വസിക്കുന്നതിൽ തെറ്റെന്താണെന്നറിയാവോ? സ്നേഹിക്കുന്നത് നമ്മളെ വീക്ക് ആക്കുമെന്ന്. നിനക്ക് ആക്ടിങ് ഏതാ റിയാലിറ്റി ഏതാന്ന് പോലും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് പ്രശ്നമാകുമ്പോഴാണ് ആളുടെ തല വന്ന് ഡെസ്കിലിടിക്കുന്നത്. എന്നിട്ട് ആള് പറയാണ്, ഇതിനുള്ളത് ഞാൻ തന്നിരിക്കും, നീ ചെയ്യാൻ പറ്റുന്നത് ചെയ്. അത് കട്ട് ചെയ്ത് മിറാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അവർക്ക് നിനക്കെതിരെ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റത്തില്ല, നമ്മൾ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പേടിക്കേണ്ട, അവര് റിലീസ് ചെയ്യൂലത്. നെക്സ്റ്റ് സീനിൽ ദൊങ്മാൻ ജിൻമാനോട് ചോദിക്കുകയാണ്, ജിൻമാനെ, നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? ഒന്ന് നോർമലായിട്ട് ജീവിക്കാൻ, ഒന്നിനോടും ഒരു അറ്റാച്ച്മെന്റും ഇല്ലാതെ എല്ലാം വിട്ടുകൊടുത്ത് നോർമലായിട്ട് ജീവിക്കാൻ. അത് കട്ട് ചെയ്ത് ജിൻമാൻ സ്റ്റോർ റൂമിൽ പോയി എല്ലാ ബുക്സും എടുത്ത് വെളിയിലിടുകയാണ്. അപ്പോ വോയിസ് ഓവർ കേൾക്കാം. മിക്കവരും ഇത് ഇത്രയും എഴുതാൻ കഷ്ടപ്പെട്ടു കാണും, പക്ഷെ ഇതാരും വായിക്കില്ല, എല്ലാം കളയും. ഇതിന്റെയൊക്കെ പോയിന്റ് എന്താ? എല്ലാം എന്തായാലും ഒരു ദിവസം ആയത്തില്ലേ? അതുകൊണ്ട് എന്തുകൊണ്ടാ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്? നമ്മളും ഒരു ദിവസം ആയത്തില്ലേ? എന്നിട്ട് ഇമാജിനേഷൻ കാണിക്കുകയാണ്. വലിയ കൊടുങ്കാറ്റില് യൂനയും ദൊങ്മാനും പിടിച്ചു നിൽക്കാണ്. അങ്ങോട്ട് ഗ്യോങ്സയും വന്ന് പിടിച്ചേക്കുന്നു, പിന്നെ കങ്സിക്കും. വോയിസ് ഓവർ കേൾക്കാം, നമ്മളും ഒരു ദിവസം ആയത്തില്ലേ? ഇവിടെ രണ്ടുപേരും മലയുടെ മണ്ടയിൽ നിന്ന് വിളിക്കുകയാണ്, ഹേ ദൊങ്മാൻ. യൂനയും വിളിക്കുന്നു. അത് കട്ട് ചെയ്ത് കഫേ കാണിക്കുകയാണ്. അവൻ വിചാരിച്ച അവന് നോങ് കങ്സിക്കിനെ കിട്ടുമെന്ന്. അവന് കിട്ടേണ്ടത് തന്നെ കിട്ടി. നീ ഇപ്പൊ എന്താ ദൊങ്മാനായ? ഞാൻ 2008 ദൊങ്മാന്. എനിക്ക് ചുറ്റുമുള്ളവരെ നല്ലത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം. അപ്പൊ അതിൽ നിന്ന് എനിക്ക് പിടിച്ചു കയറി വരാലോ. എനിക്ക് ഇട്ടിട്ട് പോയ വേസ്റ്റ് ഒക്കെ എന്ത് ഇഷ്ടമാണെന്നറിയാവോ? ആരും എന്താ അത് ട്രൈ ചെയ്യാത്ത? ഹേ, അവള് നല്ലോണം എഴുതുവോ? ഇല്ല. എന്താ അങ്ങനെ പറഞ്ഞ? എന്റെ തെറ്റല്ലല്ലോ എന്നെ കൊണ്ട് എഴുതാൻ പറ്റാത്തത്. പക്ഷെ എനിക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്നെ യൂസ് ചെയ്തോളൂ. ഹേജി ഒന്ന് നോക്കുന്നുണ്ട്. വേസ്റ്റ് എടുത്ത് എന്റെ അഭിമാനം പോവില്ലേ? അതുകൊണ്ട് ഞാൻ എന്റെ ആത്മാവ് വിറ്റ് ഞാൻ കഴിവ് വാങ്ങിക്കും. എന്തിനാ ആത്മാവൊക്കെ വെക്കുന്ന? കൈ വിറ്റാ പോരെ? ഒരു കൈ വിറ്റ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഡയറക്ടർ ആവാമെങ്കിൽ അങ്ങനെ ചെയ്യുവോ? അപ്പോ എല്ലാരും ആലോചിക്കുവാണ്, ഞാൻ വിൽക്കും. നീ പറഞ്ഞ നീ വേസ്റ്റ് എടുക്കൂന്നല്ലേ? അതെനിക്ക് കഴിവില്ലാത്തോണ്ട്. കഴിവുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനു എടുക്കണം? ഹേജി ഒന്ന് നോക്കുന്നുണ്ട്. അത് കട്ട് ചെയ്ത് ഹേജി പറയാണ്, പണ്ട് ഗ്യോങ്സ് എഴുതുന്നതിൽ നിന്നും നല്ല മാറ്റമുണ്ട്. ഇത് ഇങ്ങനെ എന്നെ മുന്നോട്ട് പൊക്കോ. സക്സസ്ഫുൾ ആവാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ആളാ ഗ്യോങ്സ്. ഹേജി ഒന്ന് നോക്കിയിട്ട് ചോദിക്കുകയാണ്, നിനക്ക് അവനെ വേണോ? ആള് സ്റ്റക്കായി പറയാണ്, ഓ മിസ്സസ് ഹേജി, അങ്ങനല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ ഹേജി ചിരിക്കുകയാണ്. അപ്പോ അങ്ങോട്ട് എല്ലാരും വന്ന് പോവുകയാണ്. ഹേജി ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അത് കട്ട് ചെയ്ത് ജിൻമാൻ വെളിയിൽ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് മിറാൻ അങ്ങോട്ട് വരുന്നത്. ഓ, ഞാൻ മിറാൻ, നിങ്ങളുടെ കസിന്റെ വെഡിങ്ങിന് പാടിയത്. ഓ, നിങ്ങളെ കണ്ടില്ലാന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളെ കാണാൻ വന്നതാ. എങ്ങനത്തെ ഒരാൾക്ക് അങ്ങനെ ഒരു പോയ എഴുതാൻ പറ്റുമെന്ന് ഞാൻ കാണാൻ വന്നതാ. എനിക്ക് സത്യം മനസ്സിലാക്കി തന്നേന് എന്റെ വക ഒരു താങ്ക്സ്. അങ്ങനെ ആളത് കൊടുത്തിട്ട് പോവുകയാണ്. എന്നിട്ട് ആൾ ആ പോയിരുന്ന് വായിക്കുന്നു. ഞാൻ എന്റെ മുഖം കഴുകി, പക്ഷെ എന്തോ ഒന്ന് വരുന്നില്ല. നഖം വെട്ടി, പക്ഷെ
പക്ഷെ എന്തോ ഒന്നും മുറിയുന്നില്ല. തുടച്ചു, പക്ഷെ എന്തോ ഒന്നും മായുന്നില്ല. എവിടെയോ ഒരു തെറ്റുണ്ട്. അത് കട്ട് ചെയ്ത് ചോയ് യുവിനെ വിളിക്കുകയാണ്. ഇവിടെ ആർക്കും മെയിൻ ലീഡിനെ പെണ്ണാക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നിനക്ക് മാത്രം എന്താ കുഴപ്പം? നീ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് മാറ്റണോ? ഡയറക്ടർ വരെ അപ്രൂവ് ചെയ്ത്. നീ എന്താ റൈറ്റർ ആണോ? റിവ്യൂ ചെയ്ത് നീ റൈറ്റർ ആണെന്നൊന്നും വിചാരിക്കല്ലേ. നിന്റെ റൈറ്റിംഗ് സ്കില്ല് നിനക്കൊന്ന് ചെക്ക് ചെയ്യണോ? അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്കുള്ളത് അവർക്ക് എന്തോ കഴിവുണ്ടെന്ന രീതി. നീ നിന്റെ പണി നോക്കി നിന്റെ പകുതിയുള്ള സ്കില്ലുമായിട്ട് അവിടെ ഇരിക്കാൻ നോക്ക്. ആള് മിണ്ടാതെ നിന്നിട്ട് പറയാണ്, ഞാനാ യങ്സിൽ. ചോയ് ഒന്ന് നോക്കുന്നു. ഞാനാ യങ്സിൽ. ജെ മറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആള് ഞാന്. എന്നിട്ട് ആള് സ്റ്റൈലായിട്ട് ഇറങ്ങി നടക്കാണ്. ചോയ്ക്കും ഒന്നും പറയാനില്ല. ചോയ്ക്ക് കങ്സിക്കിന്റെ കോള് വരുന്നു, ആൾ എടുക്കുന്നില്ല. ഇവിടെ കങ്സിക്ക് പറയാണ് ഇത് രണ്ടാമത്തെ വെട്ട ഇവനൊരു റോള് പറഞ്ഞിട്ട് എടുത്തു മാറ്റുന്നത്. അപ്പോ ദൊങ്മാൻ അങ്ങോട്ട് വരികയാണ്. ഹായ്, ഇവൻ ഈ ഒരു ഉടുപ്പേ ഉള്ളോ? ദൊങ്മാൻ ഇത് കേട്ട് എണീറ്റ് പറയാൻ പോകുമ്പോ യങ്സോ പിടിച്ചിരുത്താണ്. വീണ്ടും എണീറ്റ് പറയാണ്, ഞാൻ ഇതിനെ കുറിച്ചൊരു കഥ പറയട്ടെ, നീ ഇവിടെ ഇരുന്നേ. ഹേ, ഈ കോട്ടയെ വേൾഡ് വാർ 2 പങ്കെടുത്തിട്ടുള്ള ഇതില് ഹോള് കണ്ടോ? ഇതൊരു റഷ്യൻ സോൾജർ സെന്റർ ഓഫ് ഹിസ്റ്ററി നിന്നപ്പോൾ എനിക്ക് സെന്റർ ഓഫ് ഹിസ്റ്ററി നിൽക്കാനുള്ള ഒരു സിമ്പിളായത്. അതുകൊണ്ടാണ് ഞാൻ ഇത് എല്ലാ ദിവസവും ഇടുന്നത്. ഞാനിത് ഇടുന്നിടത്തോളം കാലം എനിക്കൊന്നും ഏക്കില്ല. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഇത് നോക്ക്, ബുള്ളറ്റ് ഉണ്ട് കോട്ട. നിന്റെയൊക്കെ വേർഡ് എന്നെ ദ്രോഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവന്റെ എല്ലാത്തിന്റെയും പുറകിലൊരു കഥയുണ്ട്. ഇവന്റെ ലാപ്ടോപ്പ് ഇവന്റെ മരിച്ചുപോയ അച്ഛന്റെ, ഇവന്റെ ഷൂസ് 20 വർഷം ഇവൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്തു നിന്നുള്ള. അവന് സ്റ്റോറീസ് ഭയങ്കര ഇഷ്ടം. സ്റ്റോറീസ് ഇല്ലാതെ ജീവിതം ഒന്നുമല്ല. ഇവൻ ഡയറക്ടറിന് പകരം ഒരു പിച്ചക്കാരനെ പോലെയാണല്ലോ. എനിക്ക് ഇപ്പോഴേ സെറ്റ് എങ്ങനെയായിരിക്കും എന്ന് ആലോചിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ചെയ്യണമെന്ന് ഒരാഗ്രഹവും ഇല്ല. എനിക്ക് തോക്കണം. എന്നിട്ട് തോറ്റേന്റെ അഭിമാനം കൊണ്ട് എനിക്ക് നടക്കണം. എന്നിട്ട് എനിക്ക് വേണ്ടി പൈസ ചെലവാക്കിയ എല്ലാവർക്കും വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കണം, അവർക്ക് നല്ല പൈസ വരാൻ. എന്നിട്ട് എന്നെ വേണ്ടാത്തവർ പറഞ്ഞവരെ നശിക്കാനും പ്രാർത്ഥിക്കണം. ഞാൻ ശരിക്കും പ്രാർത്ഥിക്കും പെട്ടെന്ന് തോക്കണേ. ഞാൻ എന്തെങ്കിലും റിച്വൽ ഉണ്ടെങ്കിൽ അതും ചെയ്യും. എന്റെ ജയത്തിന് വേണ്ടിയല്ല, ബാക്കിയുള്ളവർ തോക്കാൻ. വേണമെങ്കിൽ ഞാൻ ലോണും എടുക്കും. മതി, നീ നിർത്താൻ നോക്ക്. ഇത്രയും പൈസ ഉണ്ടായിട്ട് ജീവിതത്തിന് കഥയില്ലെങ്കിൽ പിന്നെ എന്താ അർത്ഥം? നിന്റെ പേരെന്തായിരുന്നു? ഹോങ് ദൊങ്മാൻ. ഞാൻ നിന്റെ കൂടെ വർക്ക് ചെയ്യാം. എല്ലാരും ഞെട്ടി നോക്കിയിരിക്കുകയാണ്. നമുക്ക് ചെയ്യാം ദൊങ്മാനെ. എനിക്ക് സ്ക്രീൻ പ്ലേ പോലും വായിക്കേണ്ട ആവശ്യമില്ല. അവൻ അത്രയ്ക്ക് ക്ലിയറാ. ഞാൻ തോക്കാൻ പോവുക. ഞാനിപ്പോൾ വേറൊരു ലൈഫ് സ്റ്റോറി എഴുതാൻ പോവുക. എന്നിട്ട് ആൾ ഇനിയിട്ടൊന്ന് പറയാണ്, ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. ഞാനത് ചെയ്യാം. എൻ്റെ പകുതി ഫീസേ ഞാൻ എടുക്കത്തോളൂ. ഇത് ഗവൺമെന്റ് ഫണ്ടഡ് അല്ലേ, അതുകൊണ്ട് പകുതി. അപ്പോൾ കോൺട്രാക്ട് സൈൻ ചെയ്താലോ? ചെയ്യാം. ദൊങ്മാൻ ഞെട്ടി നോക്കിയിരിക്കുവാണ്. ഇവിടെ ഹേജിയും അസിസ്റ്റന്റും കൂടെ പ്രിന്റ് എടുത്ത് ഓടി വരികയാണ്. ഇന്നാ സാർ. അപ്പോൾ ആള് ദൊങ്മാനെ ഒന്ന് നോക്കുന്നു. ആള് സൈൻ ചെയ്യുവാണ്. എല്ലാരും പോപ്പറൊക്കെ പൊട്ടിച്ച് അവിടെ ആഘോഷമാണ്. യോങ്സെ വെളിയിൽ ഇറങ്ങിപ്പോയി ദേഷ്യം എല്ലാം തീർക്കുവാണ്. എന്നിട്ട് അവിടെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. നമുക്ക് സെന്റർ ഓഫ് ഹിസ്റ്ററി നിൽക്കാം. ഓക്കെ, അങ്ങനെ ആടെ കൈ മുറുക്കുവാണ്. എല്ലാവരും ഹാപ്പി. അതോടെ എപ്പിസോഡ് 10 ഇവിടെ തീരാണ്. അടുത്ത എപ്പിസോഡായി അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ ഗൈസ്.